Hey, my dear beautiful souls, welcome back to my channel Arcana Studio 777. Okay, ഈ ഒരു ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് എനർജിയിലേക്ക് എൻ്റെ ബ്ലെസ്സിങ്സ് ആണ് വരിക നമുക്ക് നോക്കാം. അതോടൊപ്പം എൻ്റെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ കറന്റ് എനർജി എന്താണ്. ഓക്കെ, നിങ്ങൾ എവിടെയാണ് ഫോക്കസ്ഡ് ആകേണ്ടത്? ഓക്കെ, എൻ്റെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് നോക്കാം. നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയിലാണ് എന്നുള്ളത് എന്നാണ് കാണുന്നത്. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുന്നതായിട്ട് നിങ്ങൾ കുറച്ചൊക്കെ എന്താ പറയുക, ആ ഒരു ഉള്ളിലുള്ള ഡൗട്ട്ഫുൾ മൈൻഡാണോ അതോ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണോ എന്തൊക്കെയോ നിങ്ങളെ വളരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒരു പക്ഷേ പേഴ്സണിൻ്റെ എനർജി തന്നെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. സോ നിങ്ങൾ ഫോക്കസ്ഡ് ആകേണ്ടത് ഇപ്പോൾ ആവശ്യമില്ലാതെ പ്രതികരിക്കാതിരിക്കുക, കുറച്ചൊരു വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിലായിരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ കുറച്ചൊന്ന് കാമായിരിക്കുക എന്നുള്ളതാണ്. സോ ജസ്റ്റ് കുറച്ചൊന്ന് കാമായിരിക്കുക, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി വരും. ഒരു എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷവും നമുക്ക് ഒരു പക്ഷേ വളരെ പെട്ടെന്നൊരു ഷോക്ക് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു എന്താ പറയാ ഷോക്കിംഗ് മൈൻഡ്, ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കാർമിക് റിലേഷൻ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഗൈഡൻസ് അങ്ങനെയാണ്. ദ ടവർ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്ത ഒരു ഷോക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സത്യം തിരിച്ചറിയുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ അറിയാത്ത ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുക ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകാം. അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായാലും നിങ്ങൾ വിചാരിക്കുക ഇതൊരു കാർമിക് റിലേഷൻ്റെ അല്ലെങ്കിൽ ഒരു ലെസൺ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഓക്കെ, അതിൽ വളരെയധികം ദുഃഖിക്കാതിരിക്കുക. ഓക്കെ, സോ ഇപ്പോൾ നടക്കുന്ന എന്തെങ്കിലും സ്ട്രഗിൾസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാമായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഡിവൈൻ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അത് അട്രാക്ട് ചെയ്യപ്പെടുകയും, കാർമിക് ആണെന്നുണ്ടെങ്കിൽ ഒരു സഡൻ ഷോക്കിലൂടെ ചിലപ്പോൾ അത് നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം. ഓക്കെ, സോ എനിവേ നിങ്ങൾ ഫോക്കസ്ഡ് ആകേണ്ടത് ഇന്നത്തെ ഒരു ദിവസം വളരെ എന്താ പറയുക ബഹളവും വഴക്കും ഒന്നും ഉണ്ടാക്കാതിരിക്കുക, ഒന്ന് കാമായിരിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.